അസ്സലാമു അലൈക്കും. ഞാനൊരു പ്രഭാഷണമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആഹ് ഞാൻ ഈ പറഞ്ഞതുപോലെ KKTM ഗവൺമെൻറ് കോളേജിലെ ഗവേഷക വിദ്യാർത്ഥിയാണ്. എൻ്റെ വിഷയം കൊടുങ്ങല്ലൂരിൻ്റെ ഇസ്ലാമിക സാമൂഹിക സാംസ്കാരിക ചരിത്രമാണ്. വാസ്തവത്തിൽ വാട്ട് ഈസ് ഇസ്ലാം എന്നൊക്കെ ചോദിച്ചാൽ അത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്ക് ഒരിക്കലും അത് എന്താ പറയുക, എത്ര പഠിച്ചാലും തീരാത്ത ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന സമുദായത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് വരെ ഈ പറയുന്ന കേട്ടുകേൾവിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ആ കേട്ടുകേൾവി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതായത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ആ സമയത്ത് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുമ്പ് ഞാനിങ്ങനെ പർദ്ദയും അതുപോലത്തെ തട്ടമൊക്കെ ഇട്ട് നടക്കുന്ന എൻ്റെ കൂട്ടുകാരികളോട് പറയുമായിരുന്നു, നിങ്ങൾ എന്താണ് ഇങ്ങനെ, അതായത് എൻ്റെ പുരോഗമനം അതൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൽ ഈ പർദ്ദയും തട്ടവും ഒക്കെ ഉൾപ്പെടും എന്നുള്ള ഒരു ധാരണ വളർന്നു വരാൻ കുറച്ച് സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പോലെ, അതായത് ഞാൻ മുമ്പ് ചിന്തിച്ചിരുന്നത് പോലെ ചിന്തിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. അതായത് പുരോഗമനം എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു സംഭവമാണ്. പുരോഗമനത്തിന് ഇപ്പുറം നിൽക്കുന്ന ഒന്നാണ് മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് എന്നുള്ള ഒരു ധാരണയാണ് മൊത്തത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത് ഈ ഒരു ധാരണയിൽ തുടങ്ങിയിട്ടാണ്. അതായത് എങ്ങനെയാണ് ഈ പറയുന്ന ധാരണകൾ രൂപപ്പെട്ടു വരുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് തെളിഞ്ഞത്. അപ്പോൾ ആ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടും അതിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന ഒരു ഭീതിയെക്കുറിച്ചുമൊക്കെ. അപ്പോൾ അങ്ങനെ 2-3 ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി. എന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് ഫണ്ട് കിട്ടുന്നുണ്ട്, ഞാൻ ഭയങ്കര, അതായത് എനിക്ക് ഫണ്ട് തന്ന് എഴുതിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു വശത്ത് അങ്ങനെ നടക്കുന്നുണ്ട്, ഇപ്പോഴും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ്, അതായത് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഫണ്ട് തന്നിട്ട് ഞാൻ പറയുന്നതാണ് എന്നുള്ളൊരു ഒരു ധാരണ മൊത്തത്തിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഇപ്പോൾ ഈ ലോകത്തിലെ അല്ലെങ്കിൽ ആഗോളതലത്തിലോ ഇന്ത്യയിലോ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ആശയങ്ങളാണ് ഈ പറയുന്ന ധാരണകളിലേക്കൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന വാദങ്ങളിലേക്കൊക്കെ അവരെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ സമകാലിക ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ ഉള്ളതായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ പലതിലും പാട്രിയാർക്കലായിട്ടുള്ള പല നിയമങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ ഇസ്ലാമിൽ മാത്രമല്ല ഈ പാട്രിയാർക്കലായിട്ടുള്ള നിയമങ്ങളുള്ളത്, എല്ലാ മതത്തിലും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും ഉന്നം വയ്ക്കുന്നത് ഇസ്ലാമിലാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട ടീച്ചർ പറയുകയുണ്ടായി, അതായത് ഇസ്ലാമിൽ പറയുന്നത് പുരുഷൻ സംരക്ഷിക്കണമെന്നാണ്. ഞാൻ പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുന്ന ഒരു വശം അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ പാട്രിയാർക്കൽ എന്ന് പറയുന്നൊരു സംഭവം അത് മുസ്ലിം സമുദായത്തിൽ മാത്രമായിട്ട് കിടക്കുന്നതല്ല, എല്ലാ മതത്തിലും ഈ പറയുന്ന പാട്രിയാർക്കലായിട്ടുള്ള ഇത് ആശയങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന മുസ്ലിം സമുദായമാണ് എന്നുള്ളതാണ്. അതിനിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ഇസ്ലാമിൻ്റെ പ്രശ്നമാണ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. അപ്പോൾ
ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു പാട്രിയാർക്കിയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്രൈം അതൊരു ഹിന്ദുവോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ നടത്തുന്നത് പോലെയല്ല ഒരു മുസ്ലിം ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും ശ്രമിക്കുക. ഇനിയിപ്പോൾ അയാൾ ഒരു മുസ്ലിം പേരുള്ള ഒരു യുക്തിവാദി ആയാൽ പോലും അത് ഇസ്ലാമിൻ്റെ പ്രശ്നം എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് അത് ചേർക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്താ പറയുക, ഇസ്ലാമിനെ കുറിച്ചിട്ട്, അതായത് ഇസ്ലാമിൻ്റെ കൾച്ചറിനെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മതപരമായിട്ട് മാത്രമല്ല സാംസ്കാരികപരമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ചില കാഴ്ചകൾ എനിക്കിതിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മതപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട നജ്മൽ ബാബുവിൻ്റെ വാക്കുകളിൽ നിന്നത് തുടങ്ങണമെന്ന് തോന്നുന്നു. നജ്മൽ ബാബു പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ കൂടുതലും മുസ്ലിങ്ങളാണ്. വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയും സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയും ഇസ്ലാം അവരെ പ്രചോദിപ്പിക്കുന്നത് ഞാൻ കാണുന്നു. മറ്റൊരു മതസ്ഥനും മതത്തിൻ്റെ പ്രചോദനം കൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല. മതബാഹ്യമായ കാര്യങ്ങളാലാണ് അവർ സാമൂഹിക പ്രവർത്തകരാവുന്നത്. അപ്പോൾ ഇത്രയും വ്യക്തമായി എനിക്ക്, അതായത് ഈ പറയുന്ന അതേ വീക്ഷണം തന്നെയാണ് ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടും എനിക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതെന്നാണ്. അപ്പോൾ ഇസ്ലാമിനെ അറിയുന്നതിലേക്ക് എന്നെ വഴി തിരിച്ചു വിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നജ്മൽ ബാബുവിനെ ഇവിടെ സ്മരിക്കുകയാണ്. പിന്നെ പറയപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പള്ളികളെ കുറിച്ചിട്ടാണ്. അതായത് ഈ പള്ളികൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു നിഗൂഢ സ്ഥലമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചേരമാൻ പള്ളിയിൽ ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി പോവുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഈ മഹല്ല എന്ന് പറയുന്നത് ഒരു ആരാധനാ കേന്ദ്രം മാത്രമല്ല, അത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഈ മഹല്ലുകൾ എന്ന് പറയുന്നത്. അതായത് ആളുകളുമായിട്ട് അവർ എത്ര ജനാധിപത്യപരമായിട്ട് ഇടപെടലുകളാണ് നടത്തുന്നതെന്ന് നമുക്ക് അവിടെ ചെന്ന് കയറുമ്പോഴേ മനസ്സിലാവുള്ളൂ. പുറത്തു നിന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല അവിടെ നടക്കുന്നതെന്ന് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് അത് കണ്ട് മനസ്സിലാക്കുക തന്നെ വേണം എന്നുള്ളതാണ്. പിന്നെ പള്ളികളിൽ രാഷ്ട്രീയം പറയുന്നത് ഒരു എന്താ പറയുക, ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം പോലെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പള്ളികൾ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഇടം കൂടിയാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ അവിടെ സംസാരിക്കുന്ന ഖുത്തുബയൊക്കെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആശയ സംവാദ ഇടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ജിഹാദിനെ കുറിച്ചിട്ട് പറയുണ്ടായി. അപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വേർഡാണ്. ഇപ്പോൾ അനീതിക്കെതിരെ പോരാടുക എന്ന് പറയുന്നത് ഒരു പ്രധാന ശരിയായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു മതം, വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു മതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മതം എന്ന രീതിയിൽ എനിക്ക് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാനുള്ളത്. പിന്നെ സാംസ്കാരിക രംഗത്ത് ഒരു ഇസ്ലാം സമുദായത്തിൻ്റെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ, ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ അതൊന്ന് നിരീക്ഷിച്ചു നോക്കി. അപ്പോൾ ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സമുദായം എന്ന് പറയുന്നത് പൊതുവെ 6-ാം നൂറ്റാണ്ടിലെ ചിന്ത പേറുന്നവരാണ്, അതുപോലെ തന്നെ അവർ പ്രാകൃതരാണ് എന്നൊക്കെ രീതിയിലുള്ള വംശീയ അധിക്ഷേപം നേരിടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ പോലും അങ്ങനെ ഒരു വാർത്ത ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ലീഗിൻ്റേത് പ്രാകൃത തലച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് കാണുന്നുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിങ്ങളൊക്കെ പ്രാകൃത ചിന്താഗതിക്കാരാണ് എന്ന് പറയുന്ന ഒരു ചിന്തകളാണ് ഈ പറയുന്ന മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ
പാർട്ടികളും ഒക്കെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, മുസ്ലിം സ്ത്രീകൾ വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്നവരാണ് എന്ന് പറയുന്നത്. ഇവരിത് പറയുന്ന അതേ സമയത്താണ് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പോയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ കുടുംബമായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് രാത്രിയൊക്കെ മുസ്ലിം സ്ത്രീകളെ ആണെന്നുള്ളതാണ്. എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അതായത് അവൻ്റെ ഒരു കൂട്ടുകാരി ജേർണലിസ്റ്റാണ്. അപ്പോൾ ആ ജേർണലിസ്റ്റ് ഒരു ദിവസം ഇവനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടുകാരി പറയുകയാണ്, അതായത് ഞാനൊരു സ്റ്റോറി എടുക്കാൻ വന്നിരിക്കുകയാണ്. സ്റ്റോറി എടുക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടാണ്. അപ്പോൾ സ്റ്റോറി ഇതാണ്: ഒരു മുസ്ലിം സ്ത്രീ രാത്രി 10 മണിക്ക് അവിടെ പലഹാരം വിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചു അവളോട്, അതിലെന്താണ് ഇത്ര അത്ഭുതം എന്ന്. കാരണം അപ്പോൾ ആ ജേർണലിസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അത് അത്ഭുതമല്ലേ, കാരണം ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു സ്ത്രീ രാത്രി 10 മണിക്ക് ഇങ്ങനെ ഇവിടെ വന്ന് കച്ചവടം ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര വിപ്ലവമല്ലേ. അപ്പോൾ എൻ്റെ സുഹൃത്ത് അവളോട് ചുറ്റും ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ എന്താണ്, കോഴിക്കോട് ബീച്ചിൽ ഭൂരിഭാഗവും മുസ്ലിം സ്ത്രീകളായിരുന്നു ആ രാത്രി 10 മണിക്ക് അവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക, കാഴ്ചകളെ പോലും തിരസ്കരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വീട്ടിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നവരാണ്. അതായത് ഇവരെ ഭയങ്കര ഉപദേശിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഈ പറയുന്ന ഉപദേശിക്കപ്പെടുന്ന അവർക്ക് ആരുടെയും സംരക്ഷണം ആവശ്യമില്ല. ഇത് മുസ്ലിം സ്ത്രീകൾക്ക് ആരുടെയും സംരക്ഷണം, ഇത് ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞു വരിക. പക്ഷെ അവർക്ക് ആരുടെയും സംരക്ഷണം ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരെ സംരക്ഷിക്കാനൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് പിന്നെ പറയാനുള്ളത് ഫാഷൻ, അതുപോലെ തന്നെ ഭക്ഷണ സംസ്കാരം, ഇതിലൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതായത് ഈ പറയുന്ന ഞാൻ ഫാഷൻ ട്രെൻഡുകളിലൊക്കെ ഏറ്റവും ആദ്യം കണ്ടിട്ടുള്ളത് ഈ പറയുന്ന മുസ്ലിം പെൺകുട്ടികളുടെ വേഷങ്ങളാണ്. ഒരുപക്ഷെ അവരൊക്കെ ഈ പറയുന്ന ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്ന പോലെ ഞാൻ വേറെ ആരും അങ്ങനെ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അത്രയും ട്രെൻഡി ആയിട്ടുള്ള വേഷങ്ങൾ, അതായത് പാശ്ചാത്യ രീതിയിലുള്ള വേഷങ്ങളൊക്കെ ഈ കേരളത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നതിൽ അതായത് ഫസ്റ്റ് തന്നെ അവരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ സംസ്കാരം എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാവരുടെയും ഇഷ്ടഭക്ഷണങ്ങളായിട്ടുള്ള അൽഫാം, കുഴിമന്തി, അങ്ങനത്തെയൊക്കെ അത്തരത്തിലുള്ള ഭക്ഷണ സംസ്കാരമൊക്കെ ഈ പറയുന്ന സമുദായത്തിൻ്റെ തന്നെ ഒരു വിലപ്പെട്ട സംഭവമാണ്. ഇത് അറേബ്യൻ സംസ്കാരമാണ് അതൊക്കെ ഇവിടെ. ഇത് എല്ലാവരുടെയും രുചികളിലും അതുപോലെ തന്നെ ഫാഷനുകളിലും ഒക്കെ ഈ പറയുന്ന ഒരു മുസ്ലിം സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഇടപെടലുകൾ വളരെ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് കാഴ്ചകളെ അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് അധോലോകമാണ് എന്ന് പറയുന്ന ഒരു പൊതു കാഴ്ചപ്പാടിൽ നമ്മൾ ക്യാമറ പിടിച്ചിരിക്കുകയാണ്. ആ ക്യാമറയുടെ പിന്നിലിരുന്നാണ് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാതിരിക്കുക, നമ്മൾ നേരിട്ട് എന്താണോ കാണുന്നത് അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ റഹ്മാബി ടീച്ചർ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യത്തെ ഞാനിവിടെ പറയുകയാണ്. ടീച്ചർ പറയുണ്ടായി, അതായത് ഈ പറയുന്ന ഹോമോസെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എതിർക്കുന്നത് കൊണ്ടാണോ ഈ പറയുന്ന ഇസ്ലാമിനോടുള്ള വിരോധം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് സെക്ഷുവൽ ഫ്രീഡം എന്ന് പറയുന്നത് അതിനെ ആർക്കും തന്നെ എതിർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ആർക്കും എതിർക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത്. അപ്പോൾ ഈ പറയുന്ന എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ട്രാൻസ്ജെൻഡർ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന വൈവിധ്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരിടം കൂടിയാണ് ഇസ്ലാം സമുദായം എന്നുകൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഞാൻ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും വളരെ നന്ദി.